സോ അങ്ങനെ കുറേ കുട്ടികളുടെ റിക്വസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ്നെസ് ഓഫ് എ CFG ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ യൂഷ്വലി നമ്മളുടെ മോഡൽ പേപ്പേഴ്സിലൊന്നും കണ്ടിട്ടില്ല. എന്നാലും സിൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പോർഷൻ, കറക്റ്റ്നെസ് ഓഫ് CFGയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ഗ്രാമർ ജനറേറ്റ് ചെയ്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ലാംഗ്വേജ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിട്ട് ജനറേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ട് നമ്മൾക്കൊരു ഗ്രാമർ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഫോർ എവറി സ്ട്രിങ് W which has been generated by a grammar G, it will be inside L. And for any string W which is in the language can be generated by G. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 0 raised to I and 1 raised to J. ആൻഡ് ഇതിൻ്റെ റെസ്പെക്റ്റീവ് ഗ്രാമർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. S gives 0 S11, 0 S111 ആൻഡ് എപ്സിലോൺ. ഓക്കെ, സോ അറ്റ് ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഇഫ് ദ സ്ട്രിങ് W is generated by a grammar then it is a part of the language L. ഇവിടെ ഈ രണ്ട് കേസിൽ നമ്മളുടെ A പാർട്ടിൽ നമ്മളുടെ B പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ആണ്. സോ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഗ്രാമറാൽ ജനറേറ്റ് ചെയ്ത സ്ട്രിങ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ പാർട്ടാണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു പ്രൂഫ് ബൈ ഇൻഡക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റെപ്സ് ടേക്കൺ ടു ജനറേറ്റ് ദിസ് സ്ട്രിങ്. അപ്പോൾ അതിൽ നമുക്കൊരു ബേസ് കേസ് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറലായിട്ടൊരു കേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ബേസ് കേസ് പറയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് സ്റ്റെപ്പിന് ബേസ് കേസ് നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? 1 സ്റ്റെപ്പ്. സിംഗിൾ സ്റ്റെപ്പിൽ എൻ്റെ ഡെറിവേഷൻ എന്തുമാത്രം നടന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. സോ എൻ്റെ ഗ്രാമർ വെച്ചിട്ട്, അപ്പോൾ ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് ഞാനൊരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ സ്ട്രിങ് കിട്ടുന്ന ആകെ ഒരേ ഒരു ഗ്രാമർ എനിക്കുള്ളൂ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് വൺ, റൈറ്റ്? S gives എപ്സിലോൺ മാത്രമേ എനിക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ഒരു ലാംഗ്വേജിന് എനിക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ S gives എപ്സിലോൺ വെച്ചേച്ച് എനിക്ക് എന്ത് ലാംഗ്വേജാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? L is equal to എപ്സിലോൺ എന്നുള്ള ലാംഗ്വേജാണ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ തന്ന ക്വസ്റ്റ്യൻ, അതായത് L is equal to 0 raised to I 1 raised to J വരും. എന്തുകൊണ്ടാണ്? 0 raised to I 1 raised to J നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഐയും ജെയും ഈസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒരു ഇഷ്യൂ ഇല്ലെന്നാണ്. നമുക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടില്ല, അതായത് 0 ആവരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബേസ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എനിക്ക് ഗ്രാമറിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ലാംഗ്വേജ് എൻ്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിലോട്ട് വരുന്നു. So my base case stands, it's satisfied. ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ബേസ് കേസ് കഴിഞ്ഞിട്ടുള്ള കേസസിനെ ഞാനിനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് അല്ല, ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. സോ അതിൽ നമുക്ക് വരുന്ന രണ്ട് പാർട്ട് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസും ഇൻഡക്റ്റീവ് സ്റ്റെപ്പാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇൻഡക്ഷനിൽ നിന്നും ഞാൻ എന്താണ് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ എടുക്കേണ്ട അസംപ്ഷൻ, അതാണ് ഹൈപ്പോത്തസിസ് വരുന്നത്. സ്റ്റെപ്പ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ടു പ്രൂവ് ഇറ്റ്. സോ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസിൽ ഞാൻ എടുക്കുന്ന എന്താണ്? സോ എൻ്റെ ഒരു ഡെറിവേഷൻ ഇസ് ഡൺ വിത്ത് n ഗ്രേറ്റർ ദാൻ 1, റൈറ്റ്? എൻ്റെ ബേസ് കേസ് 1 ആയതുകൊണ്ട് തന്നെ മൈ സ്റ്റെപ്പ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ ബേസ് കേസ് കഴിഞ്ഞു. അടുത്തതാണ് ഞാൻ നോക്കുന്നത്. സോ ദ വാട്ട്സോ എവർ ഡെറിവേഷൻസ് ദാറ്റ് ഐ എം ഡൂയിങ് വിത്ത് മൈ n+1 സ്റ്റെപ്സ്, വാട്ട്സോ എവർ സ്ട്രിങ് ഇസ് ബീൻ ജനറേറ്റഡ് ഇസ് എ പാർട്ട് ഓഫ് L. ഓക്കെ, സോ ഞാനപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് ഞാനൊരു സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യണം ബൈ n+1 സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇത് ഹോൾട്ട് ചെയ്യും, എനിക്ക് റിസൾട്ട് തരും. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രൊഡക്ഷനേക്ക് മേളിൽ കൊടുത്തേക്കുന്ന വേറൊരു പ്രൊഡക്ഷൻ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ഞാനിപ്പോൾ എടുക്കുന്ന പ്രൊഡക്ഷൻ ഇവിടെ വരുന്നത്. സോ അപ്പം നമ്മളുടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. S gives 0 S11 S gives 0 S111. സോ ഫസ്റ്റ് കേസിൽ നമ്മുടെ Wന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ ദ ഫോം ഓഫ് S gives 0 W gives 0 W1 11, റൈറ്റ്? ഇതാണ് എൻ്റെ സ്ട്രിങ്. അപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്കിത് തീർന്നു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള W1 എനിക്ക് n സ്റ്റെപ്സിൽ എന്താണെങ്കിലും ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ W1നെ ഞാൻ n സ്റ്റെപ്പ് കൊണ്ട് ഡിറൈവ് ചെയ്യുമ്പോഴത്തേനും ഐ ആം ഗെറ്റിംഗ് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് മൈ ലാംഗ്വേജ് L.
അതായത് W1 വിൽ ബി ഈക്വൽ ടു 0 റേസ് ടു I ആൻഡ് 1 റേസ് ടു J. അപ്പം ഈ ഒരു ഡബ്ല്യുവിനെ ഞാൻ n സ്റ്റെപ്സിനാൽ ഞാൻ ഡിറൈവ് ചെയ്തെടുത്ത എൻ്റെ W1നെ വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് ദിസ് ലാംഗ്വേജ്, അതിനെ ഞാൻ സമ്മപ്പ് ചെയ്യുമ്പോഴത്തേനും, അതായത് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 0ൻ്റെയും 1ൻ്റെയും കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? I+1ഉം J+2 ആണ് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 0 റേസ് ടു I ആൻഡ് 1 റേസ് ടു J ആണ് വരുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് റേസ് ടു സം നമ്പർ, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ I+1ഉം J+2ഉം നമ്മൾ ഇവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വി വിൽ ബി ഗെറ്റിംഗ് ദ സെയിം തിങ്, റൈറ്റ്? ഈക്വൽ ടു വെച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു +2 വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വൺ. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുത്തേക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. എഗെയിൻ പറയുന്നു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് വി ആർ യൂസിങ് ഇൻഡക്ഷൻ, റൂൾ ഓഫ് ഇൻഡക്ഷൻ. അതായത് ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് സ്റ്റെപ്പിൽ നമ്മൾക്ക് കിട്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഭാഗമായിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബേസ് കേസ് ട്രൂ ആയി, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കേസിനും ട്രൂ ആയിരിക്കും എന്നുള്ളൊരു കേസിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിൻസ് നമ്മുടെ ബേസ് കേസ് ട്രൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു W1 എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ട്രിങ് ആയിരിക്കുമെന്നും അതിനാൽ നമുക്ക് Wനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത്. സോ മൈ ഫസ്റ്റ് ക്ലെയിമിൽ നമ്മളുടെ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളത്. ദാറ്റ്സ് അവർ ഫസ്റ്റ് പാർട്ട്. മൈ സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ക്ലെയിം എന്ന് പറയുന്നത് എവറി സ്ട്രിങ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് L ക്യാൻ ബി ജനറേറ്റഡ് മൈ ഗ്രാമർ G. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന വേറെ കുറച്ച് ഡിഫറെൻറ്റ് മെത്തേഡാണ്. അതായത് 0 റേസ് ടു Iയും 1 റേസ് ടു 2I എന്നുള്ള ഒരു രീതിക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. സി എഗെയിൻ നമ്മൾക്കിവിടെ ഒരു പ്രൂഫിന് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്താൽ മതി. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പം ഇവിടെ വി ആർ ഡൂയിങ് ഇൻഡക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് സീറോസ് ബിക്കോസ് ദിസ് ഇസ് റിലേറ്റഡ് ടു ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ വി ആർ ഡൂയിങ് ഇൻഡക്ഷൻ ബേസ്ഡ് ഓൺ ദ സീറോസ് ഇൻ W, വിച്ച് മീൻസ് ദാറ്റ് ആർ L contains 0 റേസ് ടു N ആൻഡ് 1 റേസ് ടു 2N. അടുത്ത 0 റേസ് ടു N 1 റേസ് ടു 2N + 1. അപ്പം ഈ ഒരു ഇപ്പോൾ 0 0 1 1 കഴിഞ്ഞിട്ട് അടുത്തത് 0 0 1 1 1 അങ്ങനെ 0 റേസ് ടു I 1 റേസ് ടു 2I പ്ലസ് വെച്ച് തുടങ്ങി. അതാണ് എൻ്റെ ഫസ്റ്റ് ടേം വരുന്നത്. അത് കഴിഞ്ഞ +1 +2 വെച്ചിട്ട് പോകുന്നു. സോ ഐ ക്യാൻ ജനറലൈസ് ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് 2N + K. അപ്പോൾ എൻ്റെ സ്ട്രിങ്ങിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ വാട്ട്സ് എവർ മൈ സ്ട്രിങ് വിച്ച് ഇസ് ബീൻ ജനറേറ്റഡ് ബൈ ലാംഗ്വേജ് എന്നുള്ളത് എനിക്ക് ഈ ഒരു ഫോമാറ്റിൽ എഴുതാൻ പറ്റും. എഗെയിൻ ബേസ് കേസ് ആണ് നമ്മൾ ഇൻഡക്ഷനിൽ ഫസ്റ്റ് ചെയ്യുന്നത്. ബേസ് കേസ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്? നമ്പർ ഓഫ് 0 വെച്ചിട്ടാണ് എടുത്തത്. സോ എൻ്റെ ബേസ് കേസ് 1 ആണെന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ 0 റേസ് ടു 1 ആണ് എന്നുണ്ടെങ്കിൽ it will be nothing but 2 raised to 0 if we are taking K as 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 1 1 0 1 1 എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് S0 S11 അല്ലേ? ഈ എസ്സിനെ ഞാൻ എപ്സിലോൺ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ S011 എനിക്ക് കിട്ടുമല്ലോ. സോ യെസ്, ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം ഇത് എന്തുകൊണ്ട്, അപ്പം നിങ്ങൾക്ക് ഇഗൈൻ ഡൗട്ട് വരും, വൈ എം ഐ ടേക്കിംഗ് ദിസ് I 2 റേസ് ടു I + 1 എന്നുള്ളത്? നമ്മൾ മേളിൽ കൊടുത്ത പ്രൊഡക്ഷൻസ് ഓർക്കുന്നുണ്ടോ? മേളിൽ കൊടുത്തേക്കുന്ന പ്രൊഡക്ഷൻസിൽ നിന്നും നമ്മൾക്ക് ഡിറൈവ് ചെയ്തെടുത്തൊരു കോമൺ പാറ്റേൺ ആണിത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാം, നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. ഓക്കെ, സോ ബേസ് കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ഫോമിൽ എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. വാട്ട് ഇസ് മൈ ക്ലെയിം? മൈ ക്ലെയിം ഇസ് N is equal to I, റൈറ്റ്? സോ N is equal to I എന്നുള്ള ക്ലെയിമിനാണ്, ആ ഒരു സംഭവം പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ലാംഗ്വേജ് എല്ലാം ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി റിട്ടൺ ബൈ G, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് ബൈ G. ഓക്കെ, ഞാൻ ഇനീഷ്യലി എൻ്റെ ക്ലെയിം N is equal to I + 1 എന്ന് ഞാൻ എടുക്കുന്നു. എൻ്റെ ഈ ഒരു സ്റ്റെപ്പിലോട്ട്, അതായത് 0 റേസ് ടു I 1 റേസ് ടു 2I + Kയിലോട്ട് ഞാൻ 2N + Kയിലോട്ട് ഞാൻ Nൻ്റെ വാല്യൂ I + 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് വാട്ട് ഐ ആം ഗെറ്റിംഗ്, റൈറ്റ്? അപ്പം ഈ ഒരു സംഭവം ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലാംഗ്വേജ് L. പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തിരുന്നു അല്ലേ? നമ്മൾ S യൂസ് ചെയ്ത് 0 S11ഉം ഈ ഒരു എസ്സിന് പകരം ഇത് കണ്ടോ, ഈ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എഗെയിൻ ഐ എം ഏബിൾ ടു ജനറേറ്റ് ദ ലാംഗ്വേജ് വിച്ച് ഇസ് ബീൻ ജനറേറ്റഡ് ഹിയർ. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ പാർട്ട് ഓഫ് മൈ ലാംഗ്വേജ്. ഒന്നുകൂടെ പറയാം, N + 1 എന്ന് ഞാൻ N ഇവിടെ എടുത്തു. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു ജനറലൈസ്ഡ് ഫോർമുലയിലൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് എന്താണ് കിട്ടിയത്? എനിക്ക് ഈ ഒരു ലാംഗ്വേജിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതേ ലാംഗ്വേജിൻ്റെ ഈ ഒരു ഈക്വേഷനെ ഞാൻ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ,
സോ അപ്പം ഞാൻ n(i+1) എടുത്ത് ഇനി കെയും കൂടി ഞാൻ i+1 എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് കിട്ടുക? ഐ വിൽ ഗെറ്റ് 0, 0(i), 1(3i) ആൻഡ് 1, 1, 1. ഇതിനെ again നമുക്ക് പ്രൊഡക്ഷൻ വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഹെൻസ് വാട്ട്സ് എവർ ലാംഗ്വേജ് ഐ എം ഏബിൾ ടു ജനറേറ്റ്, ഐ വിൽ ബി ഏബിൾ ടു ജനറേറ്റ് വിത്ത് മൈ ഗ്രാമർ ടു. അപ്പം നമ്മളിപ്പോൾ ഇത്രയും ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? സീറോസിൻ്റെ എണ്ണം വെച്ചാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്തത് അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എടുത്തത്? നമ്മൾ ബിക്കോസ് ഈ ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ഫോർമാറ്റിൽ എഴുതിയതാണ് ഈ ഒരു സംഭവം അല്ലേ? അപ്പം ഈ ഒരു ഇതിനെ ഞാൻ എൻ്റെ ബേസ് കേസ് വെച്ച് ആദ്യമേ 0, 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്നിൻ്റെ വേരിയസ് വാല്യൂസ് വെച്ച് നോക്കി. n(i) ആകുമ്പോൾ എങ്ങനെയാണ്, n(i+1) ആകുമ്പോൾ എങ്ങനെയാണ്, k0 ആവാം. k0 ആവുന്ന കേസാണ് ഇവിടെ. k0 ആവുന്ന കേസ് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടില്ല അല്ലേ? സോ k0 ആവുന്ന കേസ് ഉണ്ട്. 0 k(1) നമ്മൾ എടുത്തു. അതുപോലെ k+1 ഉള്ള കേസ് നമ്മൾ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുവാണ് ദാറ്റ് ബോത്ത് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്.